എന്നെ ഇന്ന് 8ാം ക്ലാസ് പഠിച്ചൊരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നേ. ആ കുട്ടിക്ക് ഭയങ്കര സങ്കടമാണ്. അത് കുട്ടി പറയുന്നത് എന്താ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ എനിക്ക് നന്നായി പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നല്ല ജോലി നേടണം, എനിക്കെന്താണ്, ഞങ്ങളിപ്പോൾ ഒരു വാടക വീട്ടിലാണ്, എൻ്റെ സ്വന്തമായിട്ടൊരു വീട് എനിക്ക് എൻ്റെ പാരൻസിന് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് സാറേ. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഞാൻ ഓരോ ദിവസവും വേസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. രാത്രിയാകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് സാറേ, എനിക്ക് ഭയങ്കര റിഗ്രറ്റാണ്, കുറ്റബോധമാണ്. എന്നിട്ട് ഞാൻ തീരുമാനിക്കും നാളെ നന്നാവാമെന്ന്. പക്ഷേ നാളെയും ഇതേപോലെ തന്നെ കഴിയുന്നു. അങ്ങനെ ഓരോ രാത്രികളിലും നാളെ 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 എന്ന് പറഞ്ഞിട്ട് റിഗ്രറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന സാറേ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഹായ് മക്കളെ, ഇത് 8ാം ക്ലാസ് പഠിച്ച ഒരു കുട്ടിയുടെ കോളാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇപ്പോൾ 8ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭൂരിഭാഗം കുട്ടികളുടെയും അവസ്ഥ ഇതാണ്. നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇതുപോലെ റിഗ്രറ്റ് അടിച്ച്, ഇതുപോലെ രാത്രികളിൽ നാളെ ആവട്ടെ എന്ന് കരുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അതുപോലെ കരുതിക്കൊണ്ടേയിരിക്കുന്ന മക്കളാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ ജീവിതം ഇത് മാറ്റിമറിക്കും. റെഡി? അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി പരീക്ഷയ്ക്ക്, അതായത് ഇത് നവംബർ മാസമാണ്, ഡിസംബറിൽ ക്രിസ്മസ് എക്സാം വരുന്നു, ജനുവരി ഫെബ്രുവരി കഴിഞ്ഞ് ഫെബ്രുവരി അവസാനം SSLCയുടെ മോഡൽ എക്സാമിൻ്റെ കൂടെയോ അല്ലെങ്കിൽ SSLC പരീക്ഷയുടെ ഇടയിലോ ആയിട്ട് നിങ്ങൾ 9ാം ക്ലാസ് പൊതുപരീക്ഷ കഴിയും. പിന്നെ നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് എത്തും. അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? നിങ്ങൾ ഒരൊറ്റ സ്വപ്നം എന്ന് പറയുമ്പോൾ ഒരൊറ്റ നിമിഷം നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. അതായത് അതൊരിക്കൽ നിങ്ങൾ 9ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്കോ, അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ നല്ല മാർക്ക്, ഈവൻ SSLCക്ക് ഫുൾ A+ പോലും ആവരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ ഏറ്റവും വലിയ സ്വപ്നം, അതിനേക്കാൾ വലിയ സ്വപ്നം നിങ്ങൾ ചിലപ്പോൾ എന്തായിരിക്കും, സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്നായിരിക്കും. അച്ഛൻ്റെ കടം, നേരത്തെ എന്നെ വിളിച്ചു കൂട്ടി അച്ഛൻ്റെ കടങ്ങളൊക്കെ തീർക്കാം, വലിയ സ്വപ്നങ്ങൾ. എന്നിട്ട് നിങ്ങൾ ഇപ്പം പറയാ, നിങ്ങൾ ഇപ്പം ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം ഇതേപോലെ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ഒന്ന് ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക, ഒന്ന് കമൻറ്റിൽ പറയാം. അല്ലേ? ഭൂരിഭാഗം ആൾക്കാരും പറയില്ല സാറേ, ഇതുപോലെയാണ് ഞാൻ എവിടെ എത്തൂല സാറേ, അല്ലേ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്കൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് മന്ത്രിക്കുന്നുണ്ട്, മാറടാ അല്ലെ, മാറ് മോളെ എന്ന് നിങ്ങളെ മനസ്സ് പറയുന്നുണ്ട് അല്ലേ? അതായത് ഇന്നലെ വരെയുള്ള നിങ്ങളിൽ നിന്നും എന്ത് ചെയ്യണം, ഒരു പുതിയ മാറ്റം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടോ അവിടെ വരെ എത്തുള്ളൂ. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വെറുതെ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത, പക്ഷേ ജീവിതത്തിൽ അതായത് അവർ ജീവിച്ചു എന്ന ഒരൊറ്റ റീസൺ കാരണം ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരുപാട് മനുഷ്യർ ഇവിടെ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇതിലെ ഏത് ചോയ്സ് വേണമെന്നുള്ളതാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ഏത് ചോയ്സ് വേണം? ആൻഡ് ആ ചോയ്സിലെ രണ്ടാമതാണ് നിങ്ങളുടെ ചോയ്സ് എങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ ഇന്നലെ വരെയുള്ള നിങ്ങളാവരുത്. പുതിയ മാറ്റം എന്തായാലും നിങ്ങൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ. കാരണം 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഇങ്ങനെ ഒരു മാറ്റം മാറുന്ന മക്കളാണ്, അല്ലെ മാറിയ മനുഷ്യരാണ് ജീവിതത്തിൽ ഒരുപാട് വലിയ ഉയരങ്ങളിലേക്ക് എത്തിയത്. അപ്പം നിങ്ങൾക്കിത് റൈറ്റ് ടൈമാണ്. അതായത് നിങ്ങൾ നിങ്ങളോട് ഒരൊറ്റ കാര്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ, മുഴുവൻ കഴിവും എടുത്തുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പം ആ ഒരു ജീവിതത്തിലേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യലിൽ ജീവിക്കുക. അതിലും വലിയൊരു സന്തോഷവും സംതൃപ്തിയും മനസ്സമാധാനവും പോസിറ്റിവിറ്റിയും വേറൊരു സ്ഥലത്ത് നിന്ന് കിട്ടില്ല. ഇന്ന് മുതൽ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തായിരിക്കും, അൺസ്റ്റോപ്പബിൾ ആയിരിക്കും. നിങ്ങളെ പിടിച്ചാൽ കിട്ടൂല. കാര്യം മനസ്സിലായി? നിങ്ങൾക്ക് എന്നെ തോന്നില്ലേ, ആ ഒരു ലെവലിലേക്ക് എൻ്റെ എല്ലാ കഴിവും പുറത്തെടുത്തുകൊണ്ട് ജീവിക്കണം തോന്നില്ലേ? അപ്പൊ നിങ്ങൾ കരുതാ, സാറേ അതെപ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്, അത് ഒറ്റയടിക്ക് ഈ ഒരു വീഡിയോയിൽ മാത്രം പറയേണ്ട കാര്യമില്ല. അതായത് ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഫുൾ പൊട്ടൻഷ്യൽ ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മുഴുവൻ എന്ത് ചെയ്യും, ഈ ചാനൽ വഴി ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു. നിങ്ങളുടെ ഒപ്പം നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ട് ഇനി അങ്ങോട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. സാർ അത് മതി, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റും? അല്ല, പറയാൻ. അതായത് ഈ ചാനലിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഉണ്ടാവും. നിങ്ങളുടെ ക്ലാസ്സുകൾ ഉണ്ടാവും, റിവിഷൻസ് ഉണ്ടാവും, സ്റ്റഡി ടിപ്പുകൾ ഉണ്ടാവും, മോട്ടിവേഷൻസ് ഉണ്ടാവും, ഫിലോസഫികൾ ഉണ്ടാവും, വലിയ ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരുടെ
വല്ലാത്ത കഥകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പറ്റും. പക്ഷേ ഇന്ന് നമ്മൾ തുടങ്ങുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്. ഈ ഒരു യാത്രയിൽ, പുതിയൊരു നിങ്ങളെ കണ്ടെത്തുന്ന യാത്രയിൽ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വേറൊന്നും പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് സംസാരിക്കണം. കാരണം നിങ്ങൾ ജനിച്ച നിങ്ങൾ അവരുടെ ഉള്ളിൽ വളരുന്നുണ്ട് എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ അവരൊരുപാട് സ്വപ്നം കാണുന്നുണ്ടായിരുന്നു നിങ്ങളെക്കുറിച്ച്. നിങ്ങൾ വലുതാകും, വലിയ നിലയിലെത്തും. എന്നിട്ട് അവർ സ്വപ്നം കണ്ടതൊക്കെ നിങ്ങളിൽ കൂടെ നേടിയെടുക്കുന്നുള്ളത്. അപ്പം നിങ്ങൾ അതിൽ നിന്ന് എത്രമാത്രം അകന്നു പോയിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് അച്ഛനോടും അമ്മേനോടും സംസാരിക്കും. അമ്മേ, എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ കുറേ ഫോണിലായി പോകുന്നുണ്ട്, ഇങ്ങനെ നമുക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഞാൻ ഫോൺ അധികം ഉപയോഗിക്കും, അമ്മ ഒന്ന് എന്നെ ചീത്ത പറയണം എന്നുള്ള രീതിയിൽ ഒന്ന് മനസ്സ് തുറന്ന് ഇന്ന് അവരോട് സംസാരിച്ചാൽ ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ഓരോ സ്റ്റെപ്പിലും എന്ത് ചെയ്യും, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഉറപ്പായിട്ടും. സോ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് പുതിയ നിങ്ങളിലേക്കുള്ള ഫുൾ പൊട്ടൻഷ്യലോട് ജീവിക്കുന്ന ഒരു 10-20 വർഷം കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മക്കളോടൊക്കെ പറയാൻ പറ്റണം, മോളെ അതാണ് അദ്ദേഹം എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു വലിയ നിലയിൽ നിങ്ങളെത്തുന്നതിൻ്റെ തുടക്കം ഇന്നാവട്ടെ. ഇന്ന് ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാരൻസിനെ വിളിക്കുക, അവരോട് ജസ്റ്റ് ഒന്ന് സംസാരിക്കുക, അവരെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളും നിങ്ങളുടെ പാരൻസും നമ്മളും നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, മുന്നേറാം. നമ്മളെന്ത് ചെയ്യും, ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കും, പുതിയ കേരളത്തെ സൃഷ്ടിക്കും. അതിൻ്റെ തുടക്കമാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളൊരു 5 ഫ്രണ്ട്സിനെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഷെയറും ചെയ്യണം. സോ ദാറ്റ്സ് ഇറ്റ്. എജ്യൂപോർട്ട് കൂടെ ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യണം, ഒരുമിച്ച് പഠിച്ച്, ഒരുമിച്ച് വിജയിച്ച്, ഒരുമിച്ച് മുന്നേറാം. ഓൾ ദ ബെസ്റ്റ്.